ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് ആഗോള തലസ്ഥാനമായി മാറിയ ഒരു അത്ഭുതകരമായ നഗരമാണ് ദുബായ്. അതിരുകളില്ലാത്ത സ്വപ്നവും ഭാവിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ഈ നഗരത്തെ ലോക ഭൂപടത്തിലെ ഏറ്റവും മനോഹരമുള്ള സ്ഥലമാക്കി മാറ്റി. 1966 എണ്ണ കണ്ടെത്തിയതാണ് ദുബായിയുടെ വളർച്ചയ്ക്ക് ഒരു വഴിത്തിരിവായത്. എന്നാൽ എണ്ണ വരുമാനത്തിൽ മാത്രം ആശ്രയിക്കാതെ ദീർഘവീക്ഷണമുള്ള നേതാക്കളായ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മുക്തം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം എന്നിവർ ഈ പണം അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഉപയോഗിച്ചു. എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ദുബായ് ടൂറിസം, വ്യാപാരം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിക്ഷേപകരെ ആകർഷിക്കാൻ ഫ്രീ സോണുകൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് 1996 ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കേവലം ഒരു വാർഷിക റീറ്റെയിൽ ഇവന്റ് എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു ആഗോള പ്രതിഭാസമായി മാറിയിരുന്നു. ഷോപ്പിംഗിന്റെ അതിരുകൾക്കപ്പുറം ദുബായ് നഗരം മുഴുവൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ ആഘോഷമാക്കി മാറ്റുന്ന ഈ ഫെസ്റ്റിവൽ വിനോദത്തിന്റെയും സംസ്കാരത്തിന്റെയും വാണിജ്യത്തിന്റെയും ഒരു സമാനതകളില്ലാത്ത ഒരിടമായി മാറിയിരുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽസ് ആൻഡ് ദുബായ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ദുബായിയുടെ സാമ്പത്തിക ടൂറിസം വകുപ്പിന്റെ ഭാഗമാണിത്. വൺ വേൾഡ്, വൺ ഫാമിലി, വൺ ഫെസ്റ്റിവൽ എന്ന മുദ്രാവാക്യം ദുബായിയുടെ സാംസ്കാര വൈവിധ്യത്തെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നു. ഇത് വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ദുബായിയുടെ ടൂറിസം തന്ത്രമാണ്. ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരുമിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1996 ഫെബ്രുവരി 16 ഈ മഹത്തായ സംരംഭത്തിന് പിന്നിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. ദുബായ് കേവലം ഒരു സിറ്റിക്കുള്ളിൽ ഒതുങ്ങിപ്പോകാതെ ആഗോള ടൂറിസം ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. തുടക്കത്തിൽ പ്രാദേശിക ചില്ലറ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഫെസ്റ്റിവലിന്റെ ഉദ്ദേശം. ആദ്യത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വൻ വിജയമായിരുന്നു. 1.5 ദശലക്ഷം ആളുകൾ ഇതിൽ പങ്കെടുത്തു. 500 ദശലക്ഷം US$ ചെലവഴിക്കുകയും ചെയ്തു. ഈ കണക്കുകൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകി. ആദ്യകാലങ്ങളിൽ ദുബായിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ ചുവന്ന റോസാപ്പൂകളും ചോക്ലേറ്റ് പൊതിഞ്ഞ ഈന്തപ്പഴങ്ങളും നൽകി സ്വീകരിച്ചു. ഈ ചെറിയ ആതിഥ്യ മര്യാദ പോലും ദുബായിയുടെ ബ്രാൻഡിംഗ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഇത് സന്ദർശകരുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ദുബായ് ഒരു തുറന്ന മനസ്സുള്ള നഗരമാണെന്ന് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും സഹായിച്ചു. 2009 നടന്ന ഫെസ്റ്റിവലിൽ പങ്കെടുത്തവരുടെ എണ്ണം 30 ലക്ഷത്തിലധികമായി വർദ്ധിച്ചു. കൂടാതെ $2 ബില്യൺ വരുമാനം സമ്പാദിക്കുകയും ചെയ്തു. സിംഗപ്പൂർ സെയിലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആശയം രൂപപ്പെടുന്നത്. ഒരാഴ്ച നീണ്ടു നിന്ന റീറ്റെയിൽ സെയിലിനെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് മാമാങ്കമായി മാറ്റാനായിട്ട് ഇതിന് സഹായിച്ചു. സിംഗപ്പൂർ സെയിൽ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ഫെസ്റ്റിവൽ ദുബായിലെ നിരവധി ഷോപ്പിംഗ് മാളുകൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും വഴിയൊരുക്കി. ഗ്ലോബൽ വില്ലേജ് ഇതിനൊരു ഉദാഹരണമാണ്. സാധാരണ ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഏകദേശം 39 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരിക്കും. ലോകമെമ്പാടുമുള്ള വെക്കേഷൻസുമായിട്ട് ഈ സമയം ഒത്തുപോകുന്നതിനാൽ വിസിറ്റേഴ്സിന്റെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 3500-ലധികം കടകളും സ്ഥാപനങ്ങളും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും എന്നാണ് കണക്ക്. ഇത് നഗരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഫെസ്റ്റിവലിന്റെ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. പ്രതീക്ഷിക്കുന്ന ഇവന്റ് ചെലവ് 268 ദശലക്ഷം US$ ആണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ലോകമെമ്പാടും പ്രശസ്തമാകാൻ നിരവധി കാരണങ്ങളുണ്ട്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ആകർഷണങ്ങളിലൊന്ന് അതിശക്തമായ ഡിസ്കൗണ്ടുകളാണ്. 25% മുതൽ 75% വരെയും ചിലപ്പോൾ 90% വരെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിൽ നമുക്ക് ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, ആഭരണങ്ങൾ തുടങ്ങി എല്ലാ തരം ഉൽപ്പന്നങ്ങളിലും ഈ ഡീൽ ലഭ്യമാണ്. പ്രമുഖ ആഗോള ബ്രാൻഡുകളും പ്രാദേശിക ബ്രാൻഡുകളും ഈ ഫെസ്റ്റിവലിനായി അവരുടെ എക്സ്ക്ലൂസീവ് ഉൽപ്പന്നങ്ങളും ശേഖരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ദുബായിലെ ടാക്സ്ലെസ് ഷോപ്പിംഗ് ഒരു വലിയ ആകർഷണമാണ്, പ്രത്യേകിച്ച് സ്വർണം, ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്ക്. ഇത് ഉയർന്ന വിലയുള്ള ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി ലാഭകരമാക്കുന്നു. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ക്യാഷ് ബാക്ക് ഡീലുകളും ഡിസ്കൗണ്ടുകളും നേടാനുള്ള അവസരങ്ങളും ലഭ്യമാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് അതിന്റെ സമ്മാന പെരുമഴ. റാഫിൽ ഡ്രോകളും, ലക്ഷക്കണക്കിന് ദിർഹംസ് ക്യാഷ് പ്രൈസുകൾ, കിലോ കണക്കിന് സ്വർണം, ആഡംബര കാറുകൾ എന്നിവ സമ്മാനമായി നേടാനുള്ള അവസരം. 200-ലധികം ദിർഹംസ് ചെലവഴിക്കുമ്പോൾ ഡിജിറ്റൽ റാഫിൽ കൂപ്പണുകൾ ലഭിക്കുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കേവലം ഷോപ്പിംഗിൽ ഒതുങ്ങുന്നില്ല. ലോകോത്തര കലാകാരന്മാരുടെ ലൈവ് ഷോകളും ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ്. അതിശയകരമായ ഫയർ വർക്ക്സ് ദുബായിയുടെ ആകാശത്തെ വർണ്ണാഭമാക്കുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സിറ്റി മാൾ, അൽ സീഫ്, ദി ബീച്ച്, ദുബായ് ക്രീക്ക്, ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, ഗ്ലോബൽ വില്ലേജ് എന്നിവിടങ്ങളിൽ ഈ ഫയർ വർക്ക്സ് നടക്കുന്നു. ആയിരക്കണക്കിന് ഡ്രോകൾ അണിനിരക്കുന്ന ഡ്രോൺ ഷോകളും ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയാണ്. മാജിക് ഷോകൾ, സർക്കസ്, കുടുംബ സൗഹൃദ പരിപാടികൾ എന്നിവയും ഉണ്ടാവും. പരമ്പരാഗത എമിറാത്തി നൃത്തങ്ങൾ, സംഗീതം, കഥ പറച്ചിൽ എന്നിവ ഉൾപ്പെടുന്ന സാംസ്കാരിക പരിപാടികൾ ദുബായിയുടെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്നു.
കൂടാതെ ഫുഡ് ഫെസ്റ്റിവലുകൾ ഭക്ഷണപ്രേമികളെ ആകർഷിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവലാണിത്. കുട്ടികൾക്കായുള്ള തീം പാർക്കുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒന്ന്, ദുബായ് മാൾ. ലോകത്തിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാണ് ദുബായ് മാൾ. ഇത് ഐക്കോണിക് ബുർജ് ഖലീഫയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1200-ലധികം കടകളും കാർട്ടിയർ, ഷാനൽ, ക്രിസ്ത്യൻ ബ്യൂട്ടി, ടിഫാനി ആൻഡ് കോ പോലുള്ള 200-ലധികം ആഡംബര ബ്രാൻഡുകളും ഉൾക്കൊള്ളുന്ന ഒരു ഫാഷൻ അവന്യൂവും ഇവിടെയുണ്ട്. ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ, ദുബായ് ഐസ് റിങ്ക്, കിഡ്സാനിയ, റീൽ സിനിമാസ്, അറ്റ് ദ ടോപ്പ്, ബുർജ് ഖലീഫ പോലുള്ള ലോകോത്തര വിനോദ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 2, ദ മാൾ ഓഫ് എമിറേറ്റ്സ്. ഹൈ എൻഡ് ഷോപ്പിങ്ങിന് പേര് കേട്ട മാളാണിത്. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഇൻഡോർ സ്കീ റിസോർട്ടായി സ്കീ ദുബായ്, ഫാഷൻ ഷോകൾ, സെലിബ്രിറ്റി സാന്നിധ്യം എന്നിവയും ഇവിടെയുണ്ട്. ഇബൻ ബത്താത്ത മാൾ. ലോകസഞ്ചാരിയായ ഇബൻ ബത്താത്തയുടെ യാത്രകളെ അടിസ്ഥാനമാക്കിയുള്ള തീം മാളാണിത്. സിറ്റി സെന്റർ ദേറ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മാളാണിത്. ഗോൾഡ് സൂക്ക്. സ്വർണ്ണാഭരണങ്ങൾക്ക് പേര് കേട്ടൊരു സ്ഥലമാണിത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവിടെ സ്വർണ്ണാഭരണങ്ങൾക്ക് വലിയ ഓഫറുകൾ ലഭ്യമാണ്. സ്പൈസ് സൂക്ക്. ഗോൾഡ് സൂക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇവിടെ നമുക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളും ഔഷധ സസ്യങ്ങളും ലഭ്യമാണ്. ഗ്ലോബൽ വില്ലേജ്. സാംസ്കാരികവും വിനോദപരവുമായ ഒരു വലിയ കേന്ദ്രമാണിത്. ഇത് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളെ ഒരിടത്തെത്തിക്കുന്നു. ദി ബീച്ച്, ദുബായ് ക്രീക്ക്, ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്. അതിശയകരമായ കരിമരുന്ന് പ്രയോഗങ്ങൾക്കും മറ്റ് ഔട്ട്ഡോർ പരിപാടികൾക്കും പേരുകേട്ട സ്ഥലങ്ങളാണിവ. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ സ്റ്റേജ് ഷോകൾക്കും ഫയർ വർക്കുകൾക്കും പേരുകേട്ട ഒരു വേദിയാണ്. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. 2025 ആദ്യ 6 മാസങ്ങളിൽ 46 ദശലക്ഷം യാത്രക്കാരാണ് ഇത് കൈകാര്യം ചെയ്തത്. ഇത് 2024 അപേക്ഷിച്ച് 2.3% വർധനമാണ്. ലോകോത്തര വിമാനത്താവളങ്ങളും തുടർച്ചയായ വികസനവും ദുബായിയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തുന്നു. ദുബായിലെ ഗതാഗത സംവിധാനം വളരെ കാര്യക്ഷമമാണ്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ ദുബായ് മെട്രോ ഏകദേശം 90 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. റെഡ് ലൈനും ഗ്രീൻ ലൈനുമാണ് പ്രധാന പാതകൾ. ഇത് ഗതാഗത കുരുക്ക് കുറയ്ക്കുകയും സന്ദർശകർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വിജയത്തിന് പിന്നിൽ ദുബായ് സർക്കാരിന്റെയും അതിന്റെ തന്ത്രപരമായ പങ്കാളികളുടെയും അചഞ്ചലമായ പിന്തുണയുണ്ട്. അൽ ഫുട്ടൈം മാൾസ്, AW റൊസ്താമാനി ഗ്രൂപ്പ്, എമിറേറ്റ്സ് എയർലൈൻസ്, തലാബത്ത് തുടങ്ങിയ കോർപ്പറേഷനുകൾ ഫെസ്റ്റിവലിന്റെ തന്ത്രപരമായ പങ്കാളികളാണ്. 62 രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥലം ദുബായ് ആണെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ആർക്കും ധൈര്യത്തോടെ യാത്ര ചെയ്യാൻ പറ്റിയ ദുബായിലേക്ക് യാത്ര ചെയ്യാനും ബുർജ് ഖലീഫ, ദുബായ് ഫ്രെയിം, ഷോപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദുബായ് യാത്ര സ്വപ്നം കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിരവധി പാക്കേജുകളാണ് എയർപോർട്ട് ട്രാവൽസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതും കസ്റ്റമൈസബിൾ ഓപ്ഷനോട് കൂടെ. ദുബായിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ്, എയർ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് തുടങ്ങി നിങ്ങൾ ദുബായിൽ എന്തെല്ലാം എക്സ്പ്ലോർ ചെയ്യണോ അതെല്ലാം ഞങ്ങൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 വർഷത്തിലധികമായി ഞങ്ങൾ ഈ ട്രാവൽസ് ഫീൽഡിലുണ്ട്. സോ വി നോ വാട്ട് യു നീഡ് ആൻഡ് എൻഷുർ ഇറ്റ്സ് ഓൾ കവേർഡ് വിത്ത് കെയർ. ദുബായ് യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും പാക്കേജ് ഐറ്റിനറീസിനും വേണ്ടി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ബൈ.